നമസ്തേ. പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന എല്ലാ കുട്ടികളും പ്രഥമയുടെ ഈ മോഡൽ നന്നായി പഠിച്ചിട്ട് പോവുക. ഇവിടെ ഞാൻ 4 വർഷത്തെ മോഡൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പേജിലും ഒരേപോലെ വന്നിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് പരീക്ഷ മോഡൽ ചോദിക്കുന്നത്. എഴുതി പഠിക്കുക. അതുപോലെ തന്നെ വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശുദ്ധവർത്തിനെയാണ് ശിഷ്യ. ഇതിലേതാ ശിഷ്യ വരുന്നത്? രണ്ടാമത്തെയാണ് ശിഷ്യയായിട്ട് വരുന്നത്. ഡേഷ് ആത്മീ ഹോ, അതിൽ ഹോയാണ് ചോദിച്ചത്. അപ്പോൾ തും ആത്മീ ഹോ, അവിടെ മേം വന്നിരുന്നെങ്കിൽ ഹോം ചേർക്കാമായിരുന്നു. ആപ്പായിരുന്നെങ്കിൽ ഹൈ. എട്ടാമത്തത് കെ വാസുദേവൻ പിള്ളേജിക്ക് പത്നി കോൻ ഹെ, പിള്ളേജിയുടെ ഭാര്യയുടെ പേര്. പ്രൊഫസർ ജെ സരോജിനി അമ്മ. സച്ചി സുന്ദരത കിസ്മേ ഹെ, യഥാർത്ഥ സൗന്ദര്യം ഏതിലാണ്? സാധകി. ദുബല ഹോഗയാ ഹെ കോൺ, മെലിഞ്ഞു പോയി ആരാണ്? ആരാ മെലിഞ്ഞു പോയത്? ലഡ്ക. അപ്പോൾ അവിടെയും നേരത്തെ വായിച്ച കുറേ ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത 26 ക്വസ്റ്റ്യൻ നോക്കാം. അതിലും ആറാമത്തത് വിദ്യാർത്ഥിനി, ശുദ്ധവർത്തിനിയാണ് വിദ്യാർത്ഥിനി എഴുതാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തേതാണ് വിദ്യാർത്ഥിനിയായിട്ട് വരുന്നത്. അപ്പോൾ എഴുതുമ്പോൾ ധായൊക്കെ മുഴുവൻ വരയ്ക്കരുത്, അത് ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. അടുത്ത 7-മത്തെ കിസാൻ കെ കിത്തനെ ലഡ്കേ തെ, കൃഷിക്കാരന് എത്ര മക്കളാണ് ഉണ്ടായിരുന്നത്? അത് 3 ആണ്. ചുഞ്ചലാനെ സെ ശരീർ ഓർ മൻ ഡേഷ് ഹോ ജാത്ത ഹെ, പിരിമുറുക്കം വരുമ്പോൾ മനസ്സെന്ത് ചെയ്യുന്നു? കംസോർ, വളരെ ദുർബലമായി മാറുന്നു. മേൻ തുമ്പർ പ്രസന്ന ഹോം ഐസ കോൺ കിസ്സേ കാത്ത ഹോ, ഞാൻ നിന്നിൽ സന്തുഷ്ടനാണെന്ന് പറഞ്ഞ ആരാണ്? ഇന്ദ്ര. കേരള ഹിന്ദി പ്രചാര സഭയ്ക്ക് സ്ഥാപകൻ സ്വർഗീയ കെ വാസുദേവൻ പിള്ള. അപ്പോൾ ആദ്യത്തെ 10 മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ കഴിഞ്ഞു. അടുത്ത് വരുന്നത് സമാൻ മാത്രവാല ശബ്ദമാണ്. ഒരേപോലെ വരുന്ന ചിഹ്നങ്ങൾ ഇതിൽ നിന്ന് കണ്ടെത്തുക. ഇപ്പോൾ ഈയിൽ വരുന്ന വാക്ക് ഊ, ഔ, ആം ചിഹ്നം, ഓ ചിഹ്നം, അങ്ങനെയൊക്കെ വരുന്ന വാക്കാണ് അവിടെ എഴുതേണ്ടത്. ഇവിടെയും അതുപോലെ തന്നെയാണ്. അത് നിങ്ങൾക്ക് നോക്കി എഴുതാൻ പറ്റും. ഇതൊക്കെ സിമ്പിളാണ്. അപ്പോൾ ഇവിടെ 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്ത് വരുന്നത് ഓപ്പോസിറ്റ് എഴുതാനാണ്. വിലോം ശബ്ദം. വിലോം ശബ്ദം എല്ലാത്തിലും ഒരേപോലെ ചോദിച്ചിട്ടുണ്ട്. പാസ്, ദൂറ്, മിത്ര, ശത്രു, കം, സ്യാദ, ഛോട്ട, ബെഡ. അടുത്തതിൽ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. അച്ചി, ബുരി, പാസ്, ദൂറ്, കം, സ്യാദ, ഛോട്ട, ബെഡ. അടുത്ത് വീണ്ടും അതേപോലെ തന്നെ മോട്ട, പത്തല, ഛോട്ട, ബെഡ, മിത്ര, ശത്രു, ഫല, പുര. ഓപ്പോസിറ്റ് എഴുതുമ്പോൾ ഇന്ത്യയുടെ മറന്നു പോകരുത്. അടുത്ത് വീണ്ടും അച്ഛ ചോദിച്ചു. ബെഡ, മോട്ട, കം, ഇതെല്ലാം നേരത്തെ വായിച്ച അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ അതിലെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ 2 മാർക്ക് സ്കോർ ചെയ്യാം. അടുത്ത് വരുന്ന വചനം എഴുതാനാണ്. ലഡ്ക, ലഡ്കെ, ഖർ, ഖറിന്, ചിടിയ, ചിടിയാം, ചന്ദ്രബിന്ദു കൊടുക്കുക. ബാലക്, ബാലകൻ. അടുത്ത് വരുന്നത് വീണ്ടും അതുപോലെ തന്നെ ആം, മഹിള, ലഡ്ക, ഖർ. ആം, ആം തന്നെ. മഹിള, മഹിളായും, ലഡ്ക, ലഡ്കെ, ഖർ, ഖറിന്. വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ദുബല, ദുബലെ, കിസാൻ, കിസാൻ തന്നെ. ഖേത്ത്, ഖേത്ത്, ശിഷ്യ, ശിഷ്യന്. അടുത്ത് വന്നിരിക്കുന്നത് 26ലാണ്. ലഡ്ക, ലഡ്കെ, ഖാർ, ഖാർ, ചിടിയ, ചിടിയ, ബാലക്, ബാലക്. അപ്പോൾ അവിടെ എല്ലാം ഓക്കെ ആയി. അടുത്ത് വന്നിരിക്കുന്ന ലിംഗാണ്. ലഡ്ക പുല്ലിംഗം, ഐനക്ക് സ്ത്രീലിംഗം, ഫായ് പുല്ലിംഗം, ഛത്തിരി സ്ത്രീലിംഗം. വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ലഡ്ക, ചിത്ര, ഗായ്, ധോത്തി. ലഡ്ക പുല്ലിംഗം, ചിത്ര പുല്ലിംഗം, ഗായ് സ്ത്രീലിംഗം, ധോത്തി സ്ത്രീലിംഗം. വീണ്ടും അതുപോലെ തന്നെ ലഡ്കി സ്ത്രീലിംഗം, ബച്ച പുല്ലിംഗം, ധോത്തി സ്ത്രീലിംഗം, ചിത്ര പുല്ലിംഗം. വീണ്ടും അത് തന്നെ ബച്ച പുല്ലിംഗം, ദാദ പുല്ലിംഗം, സഖ പുല്ലിംഗം, ഹോഡ പുല്ലിംഗം. അപ്പോൾ അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 2 മാർക്ക്. ഇനി വരുന്നത് ജോഡ്കർ ലിഖിയാണ്. യഹ് പ്ലസ് കാ, ഇസ്കാ, തും പ്ലസ് കെ, തുംഹാരെ. അടുത്ത ലാസ്റ്റത്തെ ചോദ്യം ഉണ്ടാക്കാനാണ്. മാതാജി റൊട്ടി ബനാ രഹി ഹെ, അമ്മ റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. മാതാജി ക്യാ ബനാ രഹി ഹെ. അടുത്തിവിടെ അതുപോലെ തന്നെ വഹ പ്ലസ് കാ ഉസ്കാ, തൂ പ്ലസ് കി തേരി, മേരാ ഘർ ആലുവ മേ ഹെ. അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. തുമാരാ ഘർ കഹാ ഹെ. വീണ്ടും മേം പ്ലസ് കി മേരി, ഹം പ്ലസ് കെ ഹമാരെ. മേരെ 4 ഭായി ഹെ, എനിക്ക് 4 സഹോദരന്മാരുണ്ട്. അപ്പോൾ ചോദ്യം ചോദിക്കണം. തുമാരി കിത്തനെ ഭായി ഹെ. വീണ്ടും അതുപോലെ തന്നെ യഹ് പ്ലസ് കാ ഇസ്കാ, വേ പ്ലസ് കാ ഉൻക. ഛാത്ര ഹിന്ദി സീക്ക് രഹേ, കുട്ടികൾ ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഛാത്ര ക്യാ സീക്ക് രഹേ ഹെ.
അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് പേജിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ റോമീറ്റർ 1, 2, 3, 4 ഇത്രയും എഴുതുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു 25 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഓരോ പേജിൻ്റെയും വീഡിയോസ് ഉടൻ തന്നെ അയച്ചു തരുന്നതാണ്. അപ്പോൾ 2 ദിവസം ഓൺലൈൻ ക്ലാസ്സും കിട്ടും. അപ്പോൾ ക്ലാസ് മനസ്സിലായെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു മോഡൽ ഇതേ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ എല്ലാവർക്കും റാങ്ക് വാങ്ങാൻ പറ്റും. പിന്നെ എല്ലാ മക്കളും പേടിയില്ലാതെ നല്ല ധൈര്യത്തോടെ ക്ലാസ് കണ്ടതിന് ശേഷം എക്സാം എഴുതുക. അപ്പോൾ 8-ാം തീയതിയാണ് എക്സാം. ഇനി വെറും 7 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. എല്ലാവർക്കും നമസ്തേ.